Hello dear code learners, welcome to my YouTube channel Code Learner. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ് വാല്യൂസ് ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രയാങ്കിൾ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണോ അല്ലേ എന്നുള്ളത് പ്രിൻറ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പം നിങ്ങൾക്കറിയാം, ഒരു ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ലെങ്ത് സ്ക്വയർ ഈക്വൽ ടു, അതായത് എച്ച് സ്ക്വയർ ഈക്വൽ ടു ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ ആണ്. ദാറ്റ് മീൻസ് എച്ച് സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ, ദാറ്റ് ഈസ് പൈത്തഗോറസ് തിയറം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണോ അല്ലേ എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് 3 വേരിയബിൾസ് അല്ലെങ്കിൽ വാല്യൂസ് റീഡ് ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ബേസ് ഈക്വൽ ടു ബേസ് വാല്യൂ റീഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇൻറ്റ് ഓഫ് ഇൻപുട്ട് ഓഫ് എൻ്റർ ദ ലെങ്ത് ഓഫ് ബേസ് വാല്യൂ അല്ലെങ്കിൽ ദി ലെങ്ത് ഓഫ് ബേസ്. ഇതേപോലെ എന്ത് ചെയ്യണം, ആൾട്ടിറ്റ്യൂഡ് വാല്യൂ റീഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ആൾട്ട് നോക്കാം. എൻ്റർ ദി ലെങ്ത് ഓഫ് ആൾട്ടിറ്റ്യൂഡ്, ദെൻ ഹൈപ്പോട്ടനസ് വാല്യൂ നമുക്ക് എച്ച് ഐ പി നോക്കാം. ഹൈപ്പോട്ടനസ് വാല്യൂ. അപ്പോൾ ഈ 3 വാല്യൂസ് റീഡ് ചെയ്തു. അതിനുശേഷം നമുക്കൊരു ഫംഗ്ഷൻ യൂസ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആ ഫംഗ്ഷനെ ജസ്റ്റ് കോൾ ചെയ്യണം. സോ ചെക്ക് ട്രയാങ്കിൾ എന്നുള്ളൊരു ഫംഗ്ഷനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ചെക്ക് ട്രയാങ്കിൾ ഓഫ് ഫംഗ്ഷനെ കോൾ ചെയ്യാം. ആർഗ്യുമെൻ്റ് ആയിട്ട് ഈ 3 വാല്യൂസ് ആണ് കൊടുക്കേണ്ടത്: ബേസ്, ദെൻ ആൾട്ടിറ്റ്യൂഡ്, ദെൻ ഹൈപ്പോട്ടനസ് വാല്യൂ. അപ്പോൾ ഈ 3 വാല്യൂസ് ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യണം. ഇനി നമുക്ക് ആ ഫംഗ്ഷൻ ഒന്ന് ഡിഫൈൻ ചെയ്യണം. സോ മേലെ നമുക്ക് ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാം. DEF, ഫംഗ്ഷൻ്റെ പേര് ചെക്ക് ട്രയാങ്കിൾ എന്നാണ്. ചെക്ക് ട്രയാങ്കിൾ ആർഗ്യുമെൻ്റ് ആയത് 3 വാല്യൂസ് ആണ് വരുന്നത്. ബേസ് വാല്യൂ വരുന്നുണ്ട്, ആൾട്ടിറ്റ്യൂഡ് വാല്യൂ വരുന്നുണ്ട്, ഹൈപ്പോട്ടനസ് വാല്യൂസും വരുന്നുണ്ട്. നമുക്ക് വേരിയബിൾസ് BAH എന്ന് പറഞ്ഞിട്ട് വിളിക്കാം. നമുക്കിവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടത് ഇഫ് എച്ച് സ്ക്വയർ ഈക്വൽ ടു, ദാറ്റ് ഈസ് H+2 ഈക്വൽസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് ചെക്ക് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഈ ഒരു കണ്ടീഷനാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അത് ട്രൂ ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് പ്രിന്റ് ഇറ്റ് ഈസ് റൈറ്റ് ട്രയാങ്കിൾ. Right triangle. Else we can say that print it is not. Okay. അപ്പോൾ ഇതാണ് പ്രോഗ്രാം. അതൊന്ന് റൺ ചെയ്ത് നോക്കാം. സേവ് ചെയ്തിട്ട് ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യാം. എൻ്റർ ദ ലെങ്ത് ഓഫ് ബേസ്. ഫോർ എക്സാമ്പിൾ 2 കൊടുക്കാം. എൻ്റർ ദ ലെങ്ത് ഓഫ് ആൾട്ടിറ്റ്യൂഡ് 3 കൊടുക്കാം. എൻ്റർ ദ ഹൈപ്പോട്ടനസ് വാല്യൂ 4 കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട്, അത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ അല്ല. നമുക്ക് വേറെ വാല്യൂസ് കൊടുത്തു നോക്കാം. 3, 4, 5 കൊടുത്തു നോക്കാം. സോ ഇറ്റ് ഈസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ദാറ്റ് മീൻസ് ഹൈപ്പോട്ടനസ് സ്ക്വയർ, ദാറ്റ് ഈസ് 5 സ്ക്വയർ ഈക്വൽ ടു 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ആയിരിക്കും. ദാറ്റ് ഈസ് 25 ഈക്വൽ ടു 9 പ്ലസ് 16. അപ്പോൾ അത് ഈക്വൽ ആണ്. സോ ഇറ്റ് ഈസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. അപ്പോൾ ഇതാണ് ഒരു ചെറിയൊരു പ്രോഗ്രാം. വളരെ സിമ്പിൾ ആണ്. ഇവിടെ ഈ ഒരു കണ്ടീഷനാണ് ചെക്ക് ചെയ്യേണ്ടത്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇറ്റ് ഈസ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറയും, അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇവിടെ 3 വാല്യൂസ് ആണ് റീഡ് ചെയ്യേണ്ടത്. ആ 3 വാല്യൂസിനെ നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് കോൾ ചെയ്യുകയാണ് ചെയ്തത്. ആ 3 ആർഗ്യുമെൻറ്റ് ഇവിടുന്ന് ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്തു. ആ വാല്യൂസ് റിസീവ് ചെയ്യാൻ BAH എന്നുള്ള വേരിയബിൾ ഇവിടെ യൂസ് ചെയ്തു. വളരെ സിമ്പിൾ പ്രോഗ്രാമാണ്. അപ്പോൾ ഈ ഒരു ഷോർട്ട് വീഡിയോ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം.